എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഇവിടെ പറയാനുള്ളത് ഗുരുതി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നീ കാര്യങ്ങളാണ്. പലപ്പോഴും എന്നോട് പല ആൾക്കാരായിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നീ കാര്യങ്ങൾ. പ്രധാനമായിട്ടും ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ദേവീ ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിക്കും രക്തേശ്വരിക്കും ചാമുണ്ടിക്കുമൊക്കെ ഗുരുതി തർപ്പണം അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയായിട്ട് ഒക്കെ കഴിക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്ത് അതിൽ സ്വല്പം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് തനി രക്തത്തിൻ്റെ നിറമാവും. അതിലേക്ക് നാളികേരവും ഒക്കെ പൊട്ടിച്ച് ചേർത്ത് അതിൽ മലരും തെച്ചിപ്പൂവും ഒക്കെ ചേർത്താണ് ഗുരുതി തർപ്പണം നടത്താറ്. അതിനു മുന്നേ ആയുധത്തിലേക്ക് തർപ്പണം നടത്തുന്ന രീതിയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം പ്രധാനമായിട്ടും ഒരു ശത്രു സംഹാരം അല്ലെങ്കിൽ ശത്രുദോഷം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമുക്ക് കഠിനമായിട്ടുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാധാദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുതി തർപ്പണം നടത്താറുണ്ട്, അല്ലെങ്കിൽ ഗുരുതി കഴിപ്പിക്കുന്ന രീതിയുണ്ട്. ഗുരുതി പുഷ്പാഞ്ജലിയായിട്ട് ഗുരുതിയിൽ മുക്കി ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്ന രീതിയുണ്ട്, അല്ല ആയുധത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്ന രീതിയുണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ടും നമുക്കൊരു കഠിനമായിട്ടുള്ള ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് ദേവിയിലൂടെ, ദേവിയുടെ അനുഗ്രഹത്തോടുകൂടെ, പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയുടെയും അല്ലെങ്കിൽ രക്തേശ്വരിയുടെ ഒക്കെ അനുഗ്രഹത്തോടുകൂടെ, അല്ലെങ്കിൽ ആ ദേവി കടാക്ഷം കൊണ്ട് ശത്രുദോഷം മാറ്റുന്ന ഒരു രീതിയാണ് ശരിക്ക് ഗുരുതി തർപ്പണം അല്ലെങ്കിൽ ഗുരുതി പൂജ, ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ. ഇത് ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശത്രുദോഷം മനസ്സിൽ വിചാരിച്ച് പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിന്. ആ മന്ത്രങ്ങളൊക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അതിന് ആ രീതിയിൽ അതിൻ്റെ വിധിപ്രകാരം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് മാറ്റം ഉണ്ടാവുകയും ഭദ്രകാളിയുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടെ നല്ല കുടുംബജീവിതം നയിക്കാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഐശ്വര്യം ഒക്കെ വന്നു ചേരുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.